ഗ്രാമീണ മേഖലയിൽ മത്സ്യകൃഷിയുടെ സാധ്യതകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുകയാണ് പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന. ഇടുക്കി കാമാക്ഷി ഉപ്പുതോട്ടിലെ PMMSY കൃഷിയിടത്തിൽ വിളവെടുപ്പ് ഉത്സവം നടന്നു. റിപ്പോർട്ട് കാണാം. മത്സ്യബന്ധന മേഖലയുടെ സുസ്ഥിര വികസനത്തിന് ലക്ഷ്യമിട്ടുള്ള ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി മത്സ്യസമ്പാദ യോജന. ഈ പദ്ധതിയിലൂടെ മത്സ്യത്തൊഴിലാളികളുടെയും മത്സ്യകർഷകരുടെയും വരുമാനം ഇരട്ടിയാക്കുക, പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, മത്സ്യോൽപാദനം വർദ്ധിപ്പിക്കുക എന്നിവ ലക്ഷ്യമിടുന്നു. ഇടുക്കിയിൽ ഉപ്പുതോട്ടിൽ പ്രധാനമന്ത്രി മത്സ്യസമ്പാദ യോജന പദ്ധതി വിജയകരമായി നടത്തുന്ന ഒരു കർഷകനാണ് മാത്യു ജോർജ് പതിപ്പള്ളിൽ. ബയോഫോക്ക് കൃഷിയിലൂടെ തിലോപ്പി ഉൾപ്പെടെയുള്ള മത്സ്യങ്ങളാണ് ഈ കർഷകൻ പരിപാലിക്കുന്നത്. പ്രധാനമന്ത്രി മത്സ്യസമ്പാദ്യ യോജന PMMSY സ്കീമാണ്. നമ്മൾക്കൊരു 7.5 ലക്ഷം രൂപയാണ് ഇതിന് ടോട്ടൽ പ്രോജക്ട് കോസ്റ്റ് വരുന്നത്. അതിന്റെ 40% സബ്സിഡി ആയിട്ട് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് പാസ് ഓൺ ചെയ്യുന്നു. പിന്നെ ഓരോ വർഷവും മീൻ കുഞ്ഞുങ്ങളെ ഇപ്പം ഏതാണ്ട് സൗജന്യമായിട്ട് തന്നെയാണ് തരുന്നത്. മീൻ തീറ്റയ്ക്ക് നമുക്ക് 40% സബ്സിഡിയും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് വലിയ തട്ടുകേടില്ലാതെ നമുക്ക് നടത്തിക്കൊണ്ട് പോകാൻ പറ്റുന്നുണ്ട്. 2021 മുതൽ പ്രവർത്തിക്കുന്ന ഇടുക്കി കാമാക്ഷി ഗ്രാമപഞ്ചായത്തിലെ ഒരു മാതൃകാ സംരംഭം കൂടിയാണിത്. ഈ പഞ്ചായത്തിലെ ഏക ബയോഫ്ലോക്ക് കേന്ദ്രത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ശ്രീ മാത്യു ജോർജ് പതിപ്പള്ളി എന്നയാളുടെ നേതൃത്വത്തിൽ വളരെ ഭംഗിയായി ഇവിടുത്തെ മത്സ്യ കൃഷി നടന്നു വരുന്നതിൽ വലിയ സന്തോഷം ഗ്രാമപഞ്ചായത്തിനുണ്ട്. 8 ബയോഫോക്ക് ഫോണ്ടുകളിലായി തിലോപ്പിയ, വരാൽ, കരിമീൻ എന്നീ മത്സ്യ ഇനങ്ങളെ പരിപാലിക്കുന്നു. വളരെ നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നൊരു മത്സ്യ കർഷകനാണ്. ആദ്യകാലം തൊട്ടേ PMMSY പദ്ധതിയിൽ അദ്ദേഹത്തിന് ബയോഫ്ലോക്ക് ഉണ്ട്. ആ ബയോഫ്ലോക്ക് ഇന്ന് വരെ നല്ല ഭംഗിയായിട്ടും നല്ല വിജയകരമായിട്ടും കൃഷി ചെയ്ത് വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കർഷകനാണ് അദ്ദേഹം. മത്സ്യകൃഷി വിളവെടുപ്പ് കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസ് ഉദ്ഘാടനം ചെയ്തു. കാമാക്ഷി ഗ്രാമപഞ്ചായത്തിലെ ഏക ബയോഫോക്ക് മത്സ്യകൃഷിയിടം കൂടിയാണ് ഉപ്പുതോട്ടിലേത്. മത്സ്യകൃഷി വിളവെടുപ്പിൽ നാട്ടുകാരും ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ആന്റണി മുനിയറ, ദൂരദർശൻ ന്യൂസ്, ഇടുക്കി.